ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം ഞങ്ങൾ കൂത്തുപറമ്പിലാണുള്ളത്, ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പം എൻ്റെ പുറകിൽ കണ്ടോ കപ്പയാണ്. അപ്പം ചേട്ടൻ്റെ ലോക്ക്ഡൗൺ സമയത്തുള്ള ഒരു കൃഷിയാണ് കപ്പയൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടനും ചേച്ചിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് കപ്പ വാട്ടാം, കുറച്ച് കപ്പയുള്ളത് നമുക്ക് പറിച്ച് വാട്ടാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്, കപ്പ പറിച്ച് വാട്ടാൻ പോവാണ്. അപ്പോൾ ആ ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം അറിയോ? എന്നാ അപ്പം അറിയാം. പുറത്ത് പോകട്ടെ. അതിച്ചിരി നീട്ടം കൊള്ളുണ്ട്, അത് അങ്ങോട്ട് എത്തിയ. നന്നായിട്ടുള്ള എക്സസൈസ് ആണ് ഇത്. കപ്പ ചോറ് പറിക്കുന്നത്. നിങ്ങളും ചെയ്യണം ഈ എക്സസൈസ്. പ്രൊഫസറുടെ ക്വാറന്റൈൻ വിളവെടുപ്പാണ്. അപ്പം അറിയണ്ട, പ്രൊഫസറുടെ ക്വാറന്റൈൻ വിളവെടുപ്പാണ്. ആ പ്രൊഫസറാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതാ യഥാർത്ഥമായിട്ട് പണിയെടുത്ത ആള് തന്നെ ഇവിടെ. ഇതിനൊരു വെള്ളം കിട്ടിയില്ല, ചുമ്മാ കൊണ്ട് നടുവാണ്. എന്നാ മണ്ണ് പുല്ല് വളരാതിരിക്കാൻ ഞാൻ നട്ടാന്നൊക്കെ പറഞ്ഞ് തുരിഞ്ഞു നോക്കിയിട്ടില്ല. പപ്പ ഒരു ദിവസം വന്ന് പപ്പ അതിന് വെള്ളം കോരില്ല, നനയല്ല. ഞാൻ അന്ന് തൊട്ട് വെള്ളം കിണറ്റീന്ന് കോരുന്നു, പൈപ്പിന്ന് പൈപ്പിന്ന് വെള്ളം എടുക്കരുന്ന ഓർഡർ. ഞാൻ പിന്നെ കിണറ്റീന്ന് വെള്ളം കോരിണ്ട് ഉടക്കൊണ്ട് നനച്ചോണ്ടിരുന്നത്, അറിയാവോ? അത് രാവിലെ ഇച്ചിരി വളർന്ന് നല്ല ഭംഗി കണ്ടപ്പോഴത്തേക്കും പ്രൊഫസർ ഏറ്റെടുത്തു. പിന്നെ കപ്പയുടെ വീട്ടിലേക്ക് എന്നെ അടുപ്പിക്കല്ല. അത് തന്നെയോ? മടക്കി എടുത്തോ, അത് ഉണങ്ങിയതാ. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചു നേരത്തെ അത്ര നേരം കഴിയില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ചെയ്യാം. അവരോട് ഇങ്ങോട്ട് പോരാൻ പറ. അവരോട് ഇങ്ങോട്ട് പോരാൻ പറടാ. ഇവിടെ വേറെ വലിയ കത്തി ഉണ്ട്, അതെടുത്ത് പൊളിക്കാൻ. ഒരു കത്തിയില്ലായിരുന്നു, വട്ടത്തിലരിച്ചില് എത്ര വർഷം കൂടി പരിപാടി ചെയ്യുന്നത്? എനിക്ക് ചേന്തി അറിയത്തില്ല, വട്ടത്തിലും അറിയത്തില്ല. വട്ടത്തിലരിഞ്ഞാൽ ടേസ്റ്റ് കുറവാണ്. അപ്പം അഞ്ചു പരീക്ഷിക്കുന്ന
ഇങ്ങനെയോ പപ്പയ്ക്ക് കൊളാക്കാൻ അതാ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. കപ്പ തന്നെ അരിഞ്ഞോളൂ. അവര് ഇവരൊന്ന് പഠിച്ചോട്ടെ, പഠിക്കാൻ പോലും തരൂലേ. അപ്പൊ ഞങ്ങള് പഠിച്ചിട്ട് കണ്ടു പഠിച്ചോളൂ. രണ്ട് സൈഡും അങ്ങോട്ട് ചെരിച്ചിട്ട് അപ്പൊ തന്നെ അരിഞ്ഞോളാന്ന്. അപ്പൊ നിങ്ങൾ ചെറുതായിരിക്കും ഒന്നും പപ്പ കപ്പ വാട്ടിയിട്ടില്ല അല്ലേ? കപ്പ വാട്ടലൊക്കെ നിന്ന് കാണാൻ പറ്റിയിരുന്നാണ്. അയ്യോ എവിടുന്നാണ്ടേ? ഞാൻ ചോദിക്കാൻ കാത്തിരിക്കുമല്ലോ. ഞാൻ വെച്ച് വേണ്ട, ഞാൻ വിളിച്ചോളാന്ന് പറയുന്നത്. നമുക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. അവിടെ ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ കപ്പ താഴെ കസേര ചെളിയാകും, ആ ഡ്രസ് മുഴുവൻ ചെളിയാകും. പറഞ്ഞാൽ കേൾക്കും. ഉണ്ണി ട്യൂബ് ഈ കത്തിക്ക് ബലമില്ല, അതാണ്. അതുകൊണ്ട് അഞ്ചു അങ്ങനെ വെട്ടിക്കളയണ്ട. പപ്പായ്ക്ക് അരിയാൻ എളുപ്പം മുട്ടിയുള്ളതാ. ആണോ? ശരി. ചേച്ചി വെട്ടിക്കളഞ്ഞോ? മുട്ടി വെട്ടണ്ട. ഇത് ഭയങ്കര വളഞ്ഞു കളിക്കുന്നു. ആ കത്തി ആടുവേ. അതാ എനിക്കത് അരിഞ്ഞു വരും മുട്ടുകളി. ചേട്ടാ ഇത് എടുക്കരുത് ചേട്ടാ, ആൾക്കാർ ചോദിക്കും കപ്പ പൊളിക്കാൻ അറിയത്തില്ലെന്ന്. അതല്ല ജോയി, കത്തി ആടുന്നില്ലേ? കപ്പപൊളി കപ്പപൊളി. മലയിലുണ്ട് ഉണ്ടെന്ന് ശരിയാ. ഒരു മണിക്കൂർ എടുത്തിയെന്നുള്ളൂ. തറവാട് വന്നേക്കുന്നില്ല. ഒരുപാട് കപ്പയ്ക്കകത്ത് മുട്ടി കാണും. ആ മുട്ടി അങ്ങനെ അരിഞ്ഞിരുന്ന കപ്പ. പാത്രമായിട്ട് വാങ്ങിയിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. ആ കളഞ്ഞോ കേട്ടേ, ആരാന്ന് നോക്കിയപ്പോ സിസ്റ്റർ ആയിരിക്കും. ഇന്നൊരു ദിവസം മഴ പെയ്യുന്ന രാത്രി. അടിക്കൂടെ കുത്തിക്കും, അടിക്കൂടെ കുത്തും, സൈഡിൽ കൂടെ അങ്ങനെ അടിക്കാൻ. ഒരു വർഷം